എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെൽ ഇൻസ്പിറോൺ ലാപ്ടോപ്പാണ് നോക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഡെഡ് ഷോട്ടായിട്ട് വന്നിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ്. ഡെഡ് ഷോട്ട് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നിതിൽ കാണുന്നത്. ഞാൻ ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാണ് ഡെഡ് ഷോട്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്തിട്ടാണ് പറഞ്ഞത്. കാര്യം നമുക്ക് ഇത് എൻ്റെ ബെഞ്ച് പവർ സപ്ലൈയിൽ വരുന്ന കണക്ഷനാണിത്. അപ്പോൾ ഞാനിത് ഇതിനകത്ത് പ്ലഗ് ചെയ്യണം. അതായത് ലാപ്ടോപ്പിൽ ഞാനിത് പ്ലഗ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബെഞ്ച് പവർ സപ്ലൈയിൽ വോൾട്ടേജ് ഡ്രോപ്പായിട്ട് 4 വോൾട്ടിൽ വന്നിട്ട് ആംബിയർ ഫുൾ റേഞ്ചിൽ നിൽക്കുകയാണ്. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡെഡ് ഷോട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലാപ്ടോപ്പിൽ ഇതേ കണക്ക് അതിൽ അതിൻ്റെ ചാർജറിൽ ഒരു ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ചാർജർ നമ്മൾ ലാപ്ടോപ്പിലോട്ട് കുത്തുന്ന സമയത്ത് ആ ലൈറ്റ് അണഞ്ഞു പോവുകയോ ബ്ലിങ്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പിനകത്ത് ഡെഡ് ഷോർട്ട് സർക്യൂട്ടാണ്. അതുകൊണ്ടിട്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലാപ്ടോപ്പ് ഒന്ന് അഴിച്ച് പറക്കിയെടുക്കാം. ഇതിൻ്റെ മദർ ബോർഡ് പുറത്തെടുത്തിട്ട് നമുക്ക് അതിനകത്ത് എന്താണ് ഷോർട്ടിങ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് ലാപ്ടോപ്പിനകത്തിരുന്ന മദർ ബോർഡ്. ഞാൻ ഫുള്ളായിട്ട് മദർ ബോർഡ് മാത്രമായിട്ട് ഞാൻ അഴിച്ചിങ്ങെടുത്തിട്ടുണ്ട്. ഇത് അഴിക്കാൻ ഒരുപാട് സമയമെടുക്കും. കാര്യം അത് പ്രോപ്പറായിട്ട് അഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഞ്ചസിന് ഡാമേജസ് ഉണ്ടാകും, ബോഡിക്ക് ഡാമേജസ് ഉണ്ടാകും. അതുകൊണ്ട് വളരെ സമയമെടുത്ത് പതുക്കെ അഴിച്ചെടുത്ത് തന്നു. അതുകൊണ്ടിട്ടാണ് അഴിക്കുന്ന വീഡിയോ ഇതിനകത്ത് എടുക്കാൻ പറ്റാതിരുന്നത്. ഒരുപാട് ടൈം എടുക്കും. ഇതാണ് ഇതിൻ്റെ DC ഇന്ന് ഇവിടെ ഈ ജാക്കിൽ വന്നിട്ട് ഇവിടെ നിന്ന് ആദ്യം ഈ ഒരു മോസ്ഫെറ്റിൽ ഇവിടുത്തെ ഈ ഒരു മോസ്ഫെറ്റിൽ വന്ന് കയറും. അത് കഴിഞ്ഞിട്ട് ഇത് സെക്കൻഡ് മോസ്ഫെറ്റ്, ഈ മോസ്ഫെറ്റ് വഴി ഇറങ്ങി എന്നിട്ട് ഇവിടെ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. ഇതൊരു ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ കറണ്ട് ഇതിൽ ലാപ്ടോപ്പിൽ എടുക്കുന്ന ആംബിയർ കറണ്ട് എത്രത്തോളം കറണ്ടാണ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ അളവ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ ബോർഡിൻ്റെ ഇതിൻ്റെ സിസ്റ്റം മനസ്സിലാക്കുന്നത് എന്തുമാത്രം ആംബിയർ ഈ ഒരു ബോർഡ് എടുക്കുന്നുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ ബീപ്പ് മോഡിൽ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ ബീപ്പ് മോഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ DC ഇന്ന് വരുന്നത് ഇതിൻ്റെ ഇവിടുത്തെ 3 പിന്ന് പോസിറ്റീവും ഈ 3 പിന്ന് നെഗറ്റീവും, സെൻറ്ററിലെത്തത് DC ഡിക്റ്ററ്റുമാണ്, ACയും ഡിക്റ്ററ്റുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ടിങ് കാണിക്കുന്നില്ല. അതായത് ഈ DC പിന്ന് കയറി വരുന്നിടത്ത് നിന്ന് ഈ റെഡ് വയറിലും ബ്ലാക്ക് വയറിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ടിങ് കാണിക്കുന്നില്ല. ഇനി ഈ DC പിന്നിൻ്റെ ഇവിടുത്തെ ആദ്യത്തെ ഈ മോസ്ഫെറ്റിൽ വരണമെന്ന് നോക്കാം. ഇതാണ് ഫസ്റ്റ് DC ഇന്ന് എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ DC പ്ലഗ് ഇൻ ചെയ്യുമ്പോഴത്തേക്ക് നേരെ ഇവിടെ വരും. ഈ സൈഡിൽ ഷോർട്ടിങ് ഇല്ല. ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവിടെ ഇത് ഗ്രൗണ്ട്, ഇത് പോസിറ്റീവ് സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഇറങ്ങി നേരെ ഇപ്പുറത്തോട്ട് വരും. ഇത് ഫസ്റ്റ് ഇത് ആക്ടിവേറ്റ് ചെയ്യും. ഇനി ഇത് നേരെ ചെന്നിറങ്ങുന്നത് ഈ ഒരു മോസ്ഫെറ്റിലാണ്. അതായത് സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനിൽ വരും. അതേ സമയത്ത് നമ്മൾ ഈ സൈഡിൽ
സോഴ്സിൽ നിൽക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഏകദേശം 0.5, അതായത് ഡെഡ് ഷോട്ടാണ് ഇവിടെ വരുന്നത്. ഇതിനകത്തുള്ള മോസ്ഫെറ്റുകൾ, അതായത് ഈ 19 വോൾട്ട് റെയിലിൽ വരുന്ന മോസ്ഫെറ്റ്, അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പ് SMD കപ്പാസിറ്റർ, ഈ ഒരു ടൈപ്പിലുള്ള കപ്പാസിറ്റർ ഇതിലേതെങ്കിലും ഒന്ന് ഷോർട്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് കില്ലർ ഉപയോഗിക്കണം. ഞാനിവിടെ ഷോർട്ട് കില്ലറായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.7 വോൾട്ട് 2 ആംപിയറിൻ്റെ 4 ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. 4 ബാറ്ററി ആയപ്പോൾ 8 ആംപിയർ 3.7 വോൾട്ട്. എന്നിട്ട് ഇതിൽ നെഗറ്റീവ് സൈഡ് ഗ്രൗണ്ട് ചെയ്തിട്ട് പോസിറ്റീവ് സൈഡ് ഞാൻ എന്താണ് ഈ ഒരു ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഇത് കണ്ടല്ലോ, ഈ ഒരു സിമ്പിൾ ഇതിൽ കൊടുക്കുന്നു. ഞാൻ 2-3 പ്രാവശ്യം അത് ഞങ്ങൾക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 0.5 നിന്ന് 4.8 മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ചൂടായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ വോൾട്ടേജ് കില്ലിങ് വോൾട്ടേജ് ഇഞ്ചെക്ട് ചെയ്തപ്പോഴത്തേക്കും എന്താണ്ട് ഈ ഒരു കപ്പാസിറ്റർ കത്തിയിട്ട് അതിനകത്തുനിന്ന് പുക വന്നായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടിങ് ആണ്. ഈ ഒരു കപ്പാസിറ്റർ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഷോർട്ടിങ് പൂർണ്ണമായിട്ടും മാറാത്തത് കൊണ്ടിട്ടാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര കാണിക്കുന്നുണ്ട്, 43.5 ഓംസ് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ വേണ്ട ഈ ഒരു കപ്പാസിറ്റർ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഈ ഒരു കപ്പാസിറ്റർ ഷോർട്ടിങ് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ആ കപ്പാസിറ്റർ അവിടെ നിന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അവിടുത്തെ കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1 കിലോ ഓംസ് വന്നിട്ട് തിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി ഈ ബോർഡ് നമുക്ക് ഈ പവർ DC-ന് പവർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ നോർമലി ആംബിയർ എടുത്തിരിക്കുന്നത് നോർമലായിട്ട് ആംബിയർ എടുത്തിട്ടുണ്ട്. ഇനി പവർ സ്വിച്ച് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആയിക്കോളും. നമുക്കിത് തിരിച്ച് അതേ കണക്ക് ഇതിലൊന്ന് സെറ്റ് ചെയ്യാം. ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
ഇത് പവർ സ്വിച്ചിൻ്റെ കണക്ടറാണ്. ഓക്കെ, നമ്മളിപ്പോൾ പവർ സ്വിച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി അകത്തുള്ള ബോർഡിൻ്റെ അകത്തുള്ള എല്ലാ കണക്ഷനും കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അടച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് പവർ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഞാൻ പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആംബിയർ നോർമലാണ്. ഞാനിനി പവർ സ്വിച്ച് പ്രസ് ചെയ്ത് ലാപ്ടോപ്പ് വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇതിനകത്ത് ഹാർഡ് ഡിസ്കോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു PF ഷോർട്ടായിരുന്നതായിരുന്നു ഇതിനകത്ത് ഈ ഒരു പ്രശ്നം വരാനുള്ള കാരണം. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ റിമൂവ് ചെയ്ത് വേറൊരു സെയിം PF ഇട്ടു. അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.